ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് ഒരു 7 മണി മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളും കോളേജൊന്നും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഒരു കപ്പ് ചായ കുടിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റം ഒന്ന് അടിച്ചു വരാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്ലാന്റ്സുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും നനച്ചു കൊടുക്കും, അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് കേട്ടോ. മതിലിൻ്റെ മേളിലിരുന്ന് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പകരം വേറെ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റാൻഡിലിരുന്ന പ്ലാന്റ്സുകൾ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ പ്ലാന്റ്സുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്നിന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് എല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഞാനൊരു ഡയറിയിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വെക്കും. അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും. എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ഒറ്റ ദിവസം ചെയ്തതിനേക്കാളും നല്ലത് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് തീരുകയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അലക്കാനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറും ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ സാമ്പാർ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശ റെഡിയാക്കിയിട്ടുണ്ട്, ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അകത്തൊന്ന് നീറ്റാക്കി ഇടാനുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുഷനൊക്കെ ഒന്ന് നേരെ വെക്കുക. അതുപോലെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക, ടീപ്പോയ് ക്ലീൻ ചെയ്യുക, വാഷ് ബേസിൻ കഴുകുക, അടിക്കുക, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അകത്ത് ഒന്ന് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി കിച്ചണിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കിച്ചൺ. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഒന്ന് ഒതുക്കിയിട്ടാൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് തന്നെ കിച്ചണിൽ നിൽക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം കഴുകി വിരിച്ച് ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് മടക്കി അലമാരിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ കുളിക്കലും ഫ്രഷ് ആകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുക്കിംഗ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പരിപ്പ് കറി, പരിപ്പ് തേങ്ങ അരച്ച് വെച്ചതും സാലഡും പപ്പടം പിന്നെ ചിക്കൻ ഫ്രൈ, ഇതാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ കടായി ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലിയുടെ കുറച്ച് കടായിയും അതുപോലെ തന്നെ അയൺ കടായിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ 1-2 ഐറ്റം കൂടി ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബിരിയാണി പോട്ടും പിന്നെ പ്രഷർ കുക്കറാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ട്രൈപ്ലേസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കിംഗ് പോട്ടാണ്. ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെയുള്ള മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുക്കിംഗ് പോട്ടാണ്. ഇതിന് ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ 3 ലെയർ ആയിട്ടുള്ള ബോഡിയാണ് വരുന്നത്. ഇൻഡക്ഷനിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിന്ന് ഇതിലാണല്ലോ നെയ്ച്ചോറ് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ ഇത്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഹെവി ബോട്ടാണ് കേട്ടോ ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ISA സർട്ടിഫൈഡ് ആണ്. 5 വർഷത്തെ വാറണ്ടി ഒക്കെ വരുന്നുണ്ട്. ഇൻഡക്ഷൻ ബേസ് ആണ് കേട്ടോ. യൂസർ മാനുവലും വാറണ്ടി കാർഡൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം കൈ എടുക്കാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അതിൽ കിടന്ന് തന്നെ നല്ലപോലെ ചിക്കൻ വെന്ത് കിട്ടും. ലാസ്റ്റ് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ പരിപ്പ് ഒന്ന് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ അരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വെള്ളം എടുക്കുമ്പോൾ ആ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്താൽ മതി. കൈമാ റൈസാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് മസാലകൾ, അതായത് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തും പിന്നെ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി അത് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അരി ഇട്ട് കൊടുത്തിട്ട് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അരി വറുത്തിട്ടാണെങ്കിലും നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അരി വറുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് താളിച്ചും കൂടി എടുത്താൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തട്ട്ക പാനും ഞാൻ കഴിഞ്ഞ തവണ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അടി പിടിക്കുകയോ കരിഞ്ഞ് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യില്ലേ, അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതിലും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകാനുണ്ട്. അധികം പാത്രങ്ങളൊന്നുമല്ല, കഴുകാനുണ്ട്. അതുപോലെ തന്നെ കിച്ചണൊന്ന് നീറ്റാക്കി ഇടാനുണ്ട്. അപ്പോൾ രാവിലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചണിലിരിക്കുന്ന പ്ലാന്റ്സിലേക്ക് നനച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.